പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രഭു. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. ഇതാ യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും കർത്താവിനെ കുത്തിത്തുളച്ചവരും അവിടുത്തെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും കർത്താവിനെ ചൊല്ലി വിലപിക്കും. ആമേൻ. Are you ready for the seventh trumpet? I am coming soon. പ്രയോജനകരമായി ജീവിക്കാൻ ഈ പഠനം താങ്കൾക്ക് പ്രയോജനകരമാകട്ടെ. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിൻ്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ കേൾവിക്കാരെ, ഈ പുസ്തകം ആത്മാർത്ഥമായ ഒരു പഠനത്തിന് വേണ്ടി ദൈവം ഇത്ര വലിയ സംഭവങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുള്ളപ്പോൾ അത് ഒന്ന് കാണുവാൻ, മനസ്സിലാക്കുവാൻ, ഈ മറന്നീക്കി കാണിക്കുമ്പോൾ ഒന്ന് എത്തി നോക്കുവാൻ നമ്മളെ വളരെ ഉത്സാഹമുള്ളവരായി അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ളൊരു നല്ല അവസരമായി ഈ പഠനം രൂപാന്തരപ്പെടട്ടെ. ദൈവം എല്ലാ മാന്യ പ്രേക്ഷകരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ. ഒന്ന്, കർത്താവ് മടങ്ങി വന്ന് രാജ്യം ഏറ്റെടുക്കുന്നതിനുള്ള ബന്ധത്തിൽ അതെപ്പോൾ സംഭവിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. ആ മർമ്മമായിരിക്കണം ഒരുപക്ഷെ എഴുതരുതെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു സൂചനയുണ്ട്. 7ാമത്തെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്തിൽ, ആ പ്രയോഗം കണ്ടോ? ആ ഊതുന്ന നാദത്തിന്റെ കാലത്തിൽ, 7th ട്രംപറ്റ് ബ്ലോ ചെയ്യുമ്പോൾ ആ നാളുകളിൽ ഇത് സംഭവിക്കും എന്നുള്ളതാണ് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ. ആ രഹസ്യം, ദൈവത്തിന്റെ മർമ്മം വെളിപ്പെടുമെന്നുള്ളതാണ്, നിവർത്തിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ അവിടെ ഒരു സത്യം എന്നാന്ന് ചോദിച്ചാൽ, 7ാമത്തെ കാഹളം ഊതുമ്പോൾ 7 കലശം, വയൽസ്, ബവൽസ്, വാ തുറന്ന പാത്രങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവക്രോധവും കൊണ്ട് നിൽക്കുക. അത് വായു തുറന്നിരിക്കുന്നതിന്റെ കാരണം അത് പെട്ടെന്ന് ഒഴിച്ചു തീർക്കും, പിന്നെ സമയം ഒട്ടുമില്ല. എന്നാൽ ആ ന്യായവിധി ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകനോട് ആവശ്യപ്പെട്ടത്, ഈ ചുരുൾ നീ ഭക്ഷിച്ച് നീ ഇനിയും പ്രവചിക്കുക, രാഷ്ട്രങ്ങളെക്കുറിച്ചും ജാതികളെക്കുറിച്ചും പ്രവചിക്കാനായിട്ട് ആവശ്യം. ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതി ലോകരാജ്യങ്ങളുടെ മേൽ ദൈവം നടപ്പിലാക്കും. അത് പരാജയപ്പെടുകയില്ല. കാരണം ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവ്വശക്തനാണ്. ആ സർവ്വശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവം തൻ്റെ വചനത്തിലൂടെ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കേൾവിക്കാർ, മാന്യ സ്നേഹിതന്മാരായിരിക്കുന്ന നാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെയുള്ള വലിയ സത്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും വരുവാനിരിക്കുന്ന ഈ സയൻസ് യുഗത്തിൻ്റെ മേൽ പോലും ദൈവത്തെ വേണ്ടെന്നും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന, അന്ധകാരം കൊടികുത്തി വാഴുന്നതായിരിക്കുന്ന ഈ ലോകരാജ്യങ്ങളുടെ മേൽ യേശുക്രിസ്തു മഹാരാജാവായി താൻ വേഗം വരുന്നതിന് മുമ്പ് ഈ രാജ്യങ്ങളെ ഒരുക്കും, ലോകത്തെ ദൈവം ഒരുക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമുക്ക് നമ്മുടെ ജീവിതം ഈ വചനത്തിന് വേണ്ടി മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ സ്വരത്തിന് നമുക്ക് കാതോർക്കാം. ദൈവം ഈ ന്യായവിധികൾ വളരെ വേഗത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ ദൈവം ന്യായം വിധിക്കും. അതിനു മുൻപ് ദൈവത്തിൻ്റെ കൃപയുടെ കാലയളവിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹസ്വരത്തിന്, ദൈവത്തിൻ്റെ വിളിക്ക് കാതോർക്കാം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് കേവലം അപകടമരണമോ ത്യാഗീമരണമോ രക്തസാക്ഷി മരണമൊന്നും ആയിരുന്നില്ല. അത് എൻ്റെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചുകൊണ്ടുള്ള ഒരു മരണമായിരുന്നു. ആ മരിച്ചത് കർത്താവിൻ്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു. കർത്താവേ, അത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ഞാൻ അങ്ങേ
എനിക്കായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു, അങ്ങേ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളത് പേഴ്സണലായിട്ട് ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. സ്നാനപ്പെട്ടതുകൊണ്ട് ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല, അല്ലേ? ഇല്ല. ഒരു കർമ്മങ്ങളാലും അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. വ്യക്തിപരമായി ഈ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ഒരിക്കൽ വന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ചത് എന്നെ സ്നേഹിച്ചാണ് എന്നുള്ളത് വിശ്വസിച്ച് കർത്താവിനെ വ്യക്തിപരമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടെ ഈ സദ്വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നമുക്ക് പങ്കുചേരാം. കാര്യപരിപാടിയെക്കുറിച്ച് നമുക്ക് കാര്യഗൗരവമുള്ളവരായിട്ട് തീരാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നാണല്ലോ തുടർന്നുള്ളായിരിക്കുന്ന പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. അതെ സാർ, ഈ 11-ാം അധ്യായത്തിലെ വിഷയത്തെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 11-ാം അധ്യായത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന, പ്രത്യേകിച്ച് കാലത്തിൻ്റെ അന്ത്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അന്ത്യകാലമായോ എന്ന് നമ്മളെ ബോധ്യമാക്കി തരുന്ന ചില സംഭവങ്ങളെ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 11-ാം അധ്യായം. അന്ത്യകാലമായോ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവ് അടുത്തോ, കർത്താവിൻ്റെ രണ്ടാം വരവ് സമീപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു അധ്യായമാണ് ഈ 11-ാം അധ്യായം. ശരി. അതിൽ പ്രധാന കാരണം യഹൂദന്റെ ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ ഈ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ പല തെറ്റിദ്ധാരണകൾ മനുഷ്യർക്കുണ്ട്. യഹൂദന്റെ ദേവാലയം ഇന്നില്ലല്ലോ. ഇല്ല, യഹൂദനായ ഒരു ദേവാലയമേ പണിയാൻ അവകാശമുണ്ട്. ബാക്കിയൊക്കെ സിനഗോഗുകളാണ്. യഹൂദൻ ആദ്യം ദേവാലയം പണിതത് ശലോമോനിലൂടെയാണ്. ഏതാണ്ട് BC, ക്രിസ്തുവിന് ഏതാണ്ട് 960 അത് പണിയുന്നത്. എന്നാൽ അത് ഏതാണ്ട് 392 വർഷം അല്ലെങ്കിൽ 400 വർഷം എന്ന് അപ്രോക്സിമേറ്റ് പറയാം ആ ദേവാലയം നിലനിന്നു. എന്നാൽ ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ വന്ന് ഏതാണ്ട് BC 568 അത് നശിപ്പിച്ചു. പിന്നീട് 70 വർഷം പ്രവാസം കഴിഞ്ഞ് സെരുബാബേല്, ഹഗായി പ്രവാചകന്, ഇങ്ങനെ നെഹമ്യാവൊക്കെ മടങ്ങി വന്ന് ഈ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ദേവാലയം വീണ്ടും പുതുക്കിപ്പണി. ആ ദേവാലയം ഹെരോദ രാജാവ് പുതുക്കിപ്പണിഞ്ഞു. ക്രിസ്തുവിന് ഏതാണ്ട് 20 BC 20 ഇതിന്റെ പണി ആരംഭിച്ചിട്ട് AD 64 വരെ പണി പോയിരുന്നു. ഉണ്ടായിരുന്ന സമയത്തുള്ള ദേവാലയം. എന്നാൽ ആ ദേവാലയം കഴിഞ്ഞ ശേഷം അതും AD 70 നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അവർക്ക് ദേവാലയം ഇല്ല, ഇന്ന് വരെ ഇല്ല. എന്നാൽ ഇവിടെ കാണുമ്പോൾ ഒരു ദേവാലയം ഉണ്ട്. ശരി. അപ്പോൾ ചിലരുടെ ധാരണ ഇത് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിലനിന്ന ദേവാലയമാണെന്നാണ്. അങ്ങനെയല്ല. നമ്മൾ പ്രാരംഭമായിട്ട് ഓർക്കണം, ഈ ദേവാലയം ഈ കാഴ്ച കൊടുക്കുമ്പോൾ ഏതാണ്ട് AD 90-95 യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഓക്കെ, അന്നേരമാണ് ഒരു ദേവാലയം നിലനിൽക്കുന്നതും അതിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ അത് അളക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടും. AD 70 നശിപ്പിക്കപ്പെട്ടത്. അതെ. പിന്നീട് AD 90 ഇത് കാണുമ്പോൾ ഒരിക്കലും അവിടെ ദേവാലയം ഇല്ലല്ലോ. അതിനു മുമ്പേ നശിപ്പിക്കപ്പെട്ടു. 70 നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇത് ഭാവിയിൽ ഒരു പണിയപ്പെടുന്നൊരു ദേവാലയത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഹോശേയ 3:4-5 വാക്യം വായിച്ചാൽ യഹൂദന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ഒരു കാലഘട്ടം, മെനി ഡേയ്സ് എന്ന് തന്നെ. അതൊക്കെ എത്ര കൃത്യമായിട്ടാണ് നിവർത്തിക്കപ്പെട്ടത്. AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ ഇന്ന് വരെ യാഗം അർപ്പിക്കുകയോ ഇന്ന് വരെ അവർക്ക് ദേവാലയം പണിയപ്പെടാനോ സാധിച്ചിട്ടില്ല. ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. 3-ാം അധ്യായത്തിന്റെ 4-5 ഞാനൊന്ന് വായിച്ചോട്ടെ. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവികാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവെങ്കിലേക്കും അവന്റെ നന്മയിലേക്കും വരും. രേഖപ്പെടുത്തിയിരിക്കുന്നു ബഹുകാലം, മെനി ഡേയ്സ് they will abide like this. എങ്ങനെ അബൈഡ് ചെയ്യും? രാജാവില്ല, പ്രഭുവില്ല, യാഗമില്ല, ഏഫോദില്ല. ഏഫോദ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ വസ്ത്രത്തിലുള്ള മഹാപുരോഹിതന്റെ. അപ്പോൾ പൗരോഹിത്യവുമില്ല, യാഗവുമില്ലാതെ ബഹുകാലം കഴിയും. എന്നാൽ ആ കാലഘട്ടത്തിൽ അവർ ബിംബാരാധികളുമല്ല, പ്രതിഷ്ഠയുമില്ല, ഗൃഹബിംബവുമില്ല. നമ്മൾ AD 70 ചരിത്രം നോക്കിയേ. ഇന്നിപ്പോ 2016. ഇത്രയും വലിയൊരു കാലഘട്ടമല്ലേ ദൈവത്തിൽ പറഞ്ഞു നോക്കിയേ. They will abide like this for many days. അനേക നാളുകൾ യാഗമില്ലാതിരിക്കും. ഇന്ന് വരെ അങ്ങനെ തന്നെ തുടരുക. അതെ, കൃത്യമായിട്ട് അത് നടന്നിരിക്കുക. എന്നാൽ ഈ സന്ദർഭത്തിൽ അവർ ബിംബാരാധികളുമല്ല, ഗൃഹബിംബവുമില്ല, അത് പ്രതിഷ്ഠയുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരെ ദൈവദാസനെ സ്നേഹപ്പെടുത്തിയ പോലെ ശരിയായുള്ള ആരാധനയുമില്ല, തെറ്റായ ആരാധനയുമില്ല. രണ്ടുമില്ലാതെ ബഹുകാലം അവർ കഴിയുന്ന ഒരു കാലഘട്ടത്തെ
പ്രവാചകനിലൂടെ ദൈവം ചൂണ്ടിക്കാണി ഇപ്പോഴും ഇസ്രായേലിലെ ആ അവസ്ഥയാണ് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ദേവാലയം പണിയണമെങ്കിൽ യെരുശലേം കിട്ടണം. യെരുശലേമിലെ പണിയാനൊക്കത്തു. 1967 യുദ്ധ 48 ഇസ്രായേൽ സ്വതന്ത്രമായി. അന്നും കിഴക്കേ യെരുശലേം അവരുടെ കയ്യിലില്ല. അറബിക യുദ്ധത്തോടുള്ള ബന്ധത്തിൽ യോർദാന്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ 67 യുദ്ധത്തിൽ 6 ദിവസത്തെ യുദ്ധത്തിൽ അവരത് പിടിച്ചെടുത്ത് അവരുടെ രാഷ്ട്രത്തിന്റെ ഭാഗമാക്കി തീർത്തു. അവിടെയാണ് ദേവാലയം പണിയേണ്ടത്. പിന്നെ എന്താ പണിയാത്തത്? ആ ദേവാലയം നിലനിൽക്കുന്ന സ്ഥലത്തിലാണ് ഇന്ന് ലോകപ്രസിദ്ധമായ മൂന്നാമത്തെ മുസ്ലിങ്ങളുടെ പുണ്യ ഷ്രൈൻ നിൽക്കുന്നത്. ഡോം ഓഫ് ദി റോക്കും അൽ-അഖ്സ മോസ്കും. അവിടെ എങ്ങനെ ഇവരിത് പണി? ലോകവ്യാപകമായ ഒരു പ്രശ്നത്തിന്റെ ഇത് ചെന്ന് ഭവിക്കും. എന്നാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 11-ാം അധ്യായത്തിൽ അവിടെ ദേവാലയം നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രവചനം തന്നെയാണ്, പ്രവചനമാണ്. അത് പണിയപ്പെടും. അത് ശരി, പണിയപ്പെടും. കർത്താവായ യേശുക്രിസ്തു ഓർപ്പിച്ചു യഹൂദന് കൊടുത്ത പ്രത്യേക ഒരു അടയാളമുണ്ട്. അതെന്താ? പീഡന കാലഘട്ടം സഭ മാറ്റപ്പെട്ട ശേഷം മത്തായി സുവിശേഷം 24:15 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദനുള്ള മലകളിലേക്ക് ഓടിപ്പോകാൻ ആവശ്യം. യഹൂദൻ ഒരു മഹാപീഡനം ആരംഭിക്കുന്നത് ദേവാലയം മലിനീകരിക്കുന്ന കാണുമ്പോൾ അവൻ നിരന്തര ഹോമയാഗം നിർത്തലാക്കും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും, അവൻ നിരന്തര ഹോമയാഗം നിർത്തലാക്കും. അപ്പോൾ ഈ ഹോമയാഗം ഇല്ലെങ്കിൽ പിന്നെ അത് നിർത്തലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹോമയാഗവും ഉണ്ടാകണം, വിശുദ്ധ സ്ഥലം ഉണ്ടാകണം, ഉണ്ടാകണം. അതുപോലെ പൗലോസും രേഖപ്പെടുത്തി ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അത് ദേവാലയത്തിന്റെ പണി. ആ വാക്ക് പ്രയോഗം യഹൂദൻ അത് പെട്ടെന്ന് മനസ്സിലാവും. അവന് കൊടുത്ത സ്പെസിഫിക് സൈൻ മത്തായി 24:15 ഈ ദേവാലയത്തിന്റെ ഉള്ളില് ഇത് ഇവൻ പ്രതിഷ്ഠിക്കുന്ന ബിംബം പ്രതിഷ്ഠിക്കുമ്പോൾ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞേക്കാം ഇത് അന്ത്യോക്കസ് എപ്പിഫാനസ്, സിറിയയിലെ അന്ത്യോക്കസ് എപ്പിഫാനസ് മൂലം ഇത് നിവർത്തിക്കപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ദാനിയേൽ പ്രവചനം എടുക്കുമ്പോൾ അന്ത്യോക്കസ് എപ്പിഫാനസ് മൂലം അത് നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും വേറെ ഒരു ഈ മലിനീകരണം ചെയ്യുന്നത് പ്രവാചകനെ കാണിക്കുന്നുണ്ട്. അത് ശരി. അതായത് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനം കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 31-ാം വാക്യം നോക്കിയേ. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി, നിരന്തര ഹോമയാഗം നിർത്തലാക്കും, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. ഇത് അന്ത്യോക്കസ് എപ്പിഫാനസ് മൂലം നിവർത്തിക്കപ്പെട്ടു. സിറിയയിലെ അന്ത്യോക്കസ് അദ്ദേഹം വന്ന് ഈ വിധത്തിൽ ദേവാലയം മലിനീകരിച്ചു, അത് നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് ഇതൊക്കെ നിവർത്തിക്കപ്പെട്ടു എന്നൊരു ധാരണ പലരുടെയും മനസ്സിലുണ്ട്. എന്നാൽ അതല്ല. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയേ. ദാനിയേൽ പ്രവചനം തന്നെ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ പറയുന്ന ഇത് രണ്ടാമത് പറയുന്ന മലിനീകരണമാണ്. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ട്, അന്ത്യകാലം വരെ അടച്ചു മുദ്രയിട്ട് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. 11-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം വാക്യം, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുത ഇതാണ് കർത്താവ് എടുത്ത് മത്തായി 24 പറഞ്ഞു. ഇതാണ് കർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. അല്ല അന്ത്യോക്കസ് എപ്പിഫാനസ് മലിനീകരിക്കുന്ന കാര്യമല്ല, അത് ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ തൊട്ട് ചില കണക്കുകളൊക്കെ ഉണ്ട്, നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പം പോകുന്നില്ല. അത് 1260 ദിവസമുണ്ട്, 1290 ദിവസമുണ്ട്, ഇങ്ങനെയൊക്കെ അവിടെ കണക്കുകൾ കാണുന്നുണ്ട്. 1335 ദിവസം അത് കർത്താവിന്റെ പടകുവരവുള്ള ബന്ധത്തിൽ. കാരണം ഈ ശൂന്യമാക്കുന്ന കണ്ട ശേഷം കർത്താവ് വരുന്നത് വരെ എത്ര കാലഘട്ടം ഉണ്ടെന്നും അതിന്റെ ശേഷം ദേവാലയം ശുദ്ധീകരിക്കാൻ എത്ര നാളെടുക്കും ഒക്കെയുള്ള കണക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ കർത്താവ് ഈ ദേവാലയം അശുദ്ധമാക്കപ്പെട്ടതിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞ് കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു, അതായത് ശൂന്യമാക്കുന്നത് 7 വർഷ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിലാണ്. അതെ. അതിന്റെ ശേഷം 1260 ദിവസം എന്ന് പറയുമ്പോൾ എത്രയായി? 3.5 വർഷമാണ്. 360 ദിവസമാണ്. അതെ, ഒരു പ്രവചന ഇയർ എന്ന് പറയുന്നത് കലണ്ടർ. അങ്ങനെയാണെങ്കിൽ അത് 3.5 വർഷമാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ വരവിന്റെ കൃത്യ വർഷമോ ദിവസമോ നിശ്ചയിക്കാമോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സഭ മാറ്റപ്പെട്ട ശേഷം നമുക്ക്
സഭ മാറ്റപ്പെട്ട ശേഷം വേദപുസ്തകം പഠിക്കുന്നത് ഇവിടെ പറയുന്നുണ്ടല്ലോ, ബുദ്ധിമാന്മാർ ഇത് അന്വേഷിച്ച് ജ്ഞാനം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഓരോ പ്രവചനങ്ങളും നിവർത്തിക്കുന്നത് അരക്കിട്ടുറപ്പിച്ചോലെ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ വരുന്ന ന്യായവിധി ഇതൊക്കെ ശൂന്യമാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ 3.5 വർഷമാണ്. അതാണ് ഈ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഭാഗ്യമാണെന്ന് പറഞ്ഞു. അവർക്ക് കൃത്യമായിട്ട് സമയം കണ്ടുപിടിക്കാൻ സാധിക്കും. ബുദ്ധിയുള്ളവർക്ക്. നമ്മളെ അനുവദിച്ചിട്ടില്ല, നമുക്കൊക്കത്തില്ല. നമ്മൾ അതിനു മുമ്പ് ഇവിടെ നിന്ന് മാറ്റപ്പെടും. പീഡന കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ 7 വർഷമാണ്. അപ്പൊ കർത്താവ് വന്ന് തന്റെ ജനത്തെ മാറ്റി കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ബൈബിൾ പ്രവചനം പഠിച്ചാൽ അവൻ അത് ഗ്രഹിക്കാൻ കഴിയും. എവിടെയെങ്കിലും പോയി ഭക്ഷണം പട്ടിണിയാണെങ്കിലും പോയി എവിടെയെങ്കിലും പോയി അന്ത്യക്രൂശന്റെ മുദ്ര ഏൽക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാല് കർത്താവ് വരുമ്പോൾ ജീവിച്ചിരുന്നാൽ അവന്റെ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഏത് കാലഘട്ടത്തിലും, ഇനി വരുവാനിരിക്കുന്ന മഹാകഷ്ടത്തിന്റെ കാലഘട്ടത്തിലും ബൈബിൾ പരിശോധിക്കുക. അത് ബുദ്ധിയോടുകൂടെ പരിശോധിച്ചാൽ ഇനി എവിടെയാണ് കാലം അതിൻ്റെ പുരോഗതിയിലേക്ക് നീങ്ങുന്നത്, ദൈവം ഇടപെടാൻ പോകുന്നത്, കർത്താവിൻ്റെ മഹത്വകരമായിരിക്കുന്ന ആഗമനം എപ്പോഴാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും വരുവാനുള്ള കാലഘട്ടത്തിലും പഠിക്കേണ്ട, പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ, അല്ലേ? അതെ, വിശുദ്ധ ബൈബിൾ. അപ്പൊ അതിനുശേഷം അപ്പൊ നമുക്കിവിടെ 11-ാം അധ്യായത്തിൽ വരാം. അപ്പൊ നമ്മൾ കണ്ടു, ശലോമോൻ പണിത ദേവാലയം നെബൂഖദ്നേസർ നശിപ്പിക്കപ്പെട്ടു. ഹെരോദ രാജാവ് പുതുക്കി പണിതത് തീത്തോസ് നശിപ്പിച്ചു. AD 70 നശിപ്പിച്ചു. പിന്നെ അവർക്ക് ദേവാലയം ഇല്ല. എന്നാൽ ഇനി ഒരു ദേവാലയം പണിയും. പക്ഷെങ്കിൽ ഇന്ന് ഈ ദേവാലയം പണിയുള്ള ബന്ധത്തിൽ വളരെ ദീർഘമായ പഠനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തണം. എന്താ വാർത്ത? ഭയപ്പെടുത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ തുറന്നു പറയുമ്പോൾ അത് ക്ഷമിക്കണം. വത്തിക്കനോട് മുൻ പ്രസിഡന്റായിരുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഷിമോൻ പെറസ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ക്ലിന്റൺ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു, UN പ്രപ്പോസൽ വെച്ചു. UN റെസൊല്യൂഷൻ 181 1947 പലസ്തീൻ്റെ ശേഷിക്കുന്ന മണ്ണ് കീറാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രയേലിനൊരു ഭാഗം, പലസ്തീനൊരു ഭാഗം, 3 മതങ്ങൾക്ക് പ്രാധാന്യത അർഹിക്കുന്നുണ്ട് യെരുശലേം ഒരു അന്തർദേശീയ കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാൻ. അതന്ന് നടന്നില്ല. അതിൻ്റെ ശേഷം സമാധാന ഉടമ്പടി വരുന്ന കാലഘട്ടത്തിൽ ക്ലിന്റൺ, എനിക്കൊന്ന് 2000-ലാണ് അദ്ദേഹം വന്ന് പ്രപ്പോസ് ചെയ്തു. ഇത് ഒരു ഭാഗം അറബികൾക്ക്, ഒരു ഭാഗം യഹൂദനും കൊടുക്കാനായിട്ട്. അത് യാസർ അറാഫത്ത് എതിർത്തു. അതിൻ്റെ ശേഷം ഷിമോൻ പെറസ് മുന്നോട്ട് വെച്ചു. വത്തിക്കൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുക. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെ വത്തിക്കൻ്റെ കയ്യിലാണ് പ്രപ്പോസൽ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രപ്പോസൽ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത് ഈ ടെമ്പിൾ മൗണ്ട് ഏരിയ ഏതാണ്ട് 34 ഏക്കറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലോകത്തിൻ്റെ ധാരണ, ലോകത്തിലെ 3 വൻ മതങ്ങൾക്കും ഈ യെരുശലേം പ്രാധാന്യതയുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. യഹൂദനെ സംബന്ധിച്ച് അവൻ ആകെ ദേവാലയം പണിയാനുള്ള സ്ഥലമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന പ്രവാചകൻ അവസാനമായി ബുർഗ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോയത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് അവർ ഈ ഡോം ഓഫ് ദി റോക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ 3 കൂട്ടർക്കും ഒരേപോലെ പ്രാധാന്യതയുള്ള സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ ഈ 34 ഏക്കറിൽ 3 മതങ്ങൾക്കും ആരാധിപ്പാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരി. മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലാക്സ മോസ്കും തൊടണ്ട. ഡോക്ടർ ആഷർ കൗഫ്മാൻ എന്ന് പറയുന്ന, അതായത് 1967 6 ദിവസത്തെ യുദ്ധത്തിൽ പാരട്രൂപ്പിൽ അവിടെ ഇറങ്ങിയ ഒരു പഠനമാണ് ആഷർ കൗഫ്മാൻ. അത് ശരി. അദ്ദേഹം അന്ന് അവിടെയുള്ള ഫോട്ടോകൾ എടുത്തിരുന്നു. അദ്ദേഹം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. ദേവാലയം പണിയപ്പെടാനുള്ള ഇതിൻ്റെ വേണ്ടി എഴുത്തുകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. വലിയ ഗവേഷകനാണ്. ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ശരി. അദ്ദേഹം ഒരു വർഷം അവധി എടുത്തിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഈ അലാക്സ മോസ്കോ ഡോം ഓഫ് ദി റോക്കോ തൊടേണ്ട ആവശ്യമില്ല, ഏതാണ്ട് 150 അടി അപ്പുറത്തോട്ട് നിൽക്കും ഇത് പണിതാൽ. അപ്പോൾ ഇത് തൊടാതെ യഹൂദന് ദേവാലയം അവിടെ തന്നെ പണിയാമെന്ന് അദ്ദേഹം പറയുന്നു. ലൊക്കേഷനുള്ള ബന്ധത്തിൽ ഇന്നും തർക്കമുണ്ട്, എവിടെ ലൊക്കേഷൻ, ഇതിൻ്റെ കൃത്യത. അപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ, ഇന്ന് മുസ്ലിങ്ങളുടെ ഈ ഡോം ഓഫ് ദി റോക്കോ അലാക്സ മോസ്കോ തൊടാതെ അപ്പുറത്ത് യഹൂദന് ദേവാലയം പണിയുക. പക്ഷേ അവിടെ പണിയുമ്പോൾ അതിൻ്റെ പുറത്തെ പ്രാകാരം കാണത്തില്ല. കാരണം പുറത്തെ പ്രാകാരത്തിലാണ് ഇത് നിൽക്കുന്നത്. എന്നാൽ ആരാധന നടത്താനായിട്ട് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും മതി. പുറത്തെ പ്രാകാരം വേണമെന്നില്ല. പുറത്തെ പ്രാകാരത്തിലാണ് ജാതികൾ വന്നുകൊണ്ടിരുന്നത്. അത് വേണ്ട. ഇവിടെ വായിക്കുന്നത് നമുക്ക് നോക്കാതെ. ഇനി അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഓർത്തഡോക്സ്, കത്തോലിക്ക വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാൻ ഒരു
ഒരു പള്ളി അവിടെ പണിയുക. രണ്ടാമത് അവർ വെച്ച പ്രപ്പോസല്, ഇത് ഒരു പ്രശ്നവുമില്ല, കാരണം മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ആരാധിക്കുന്നു, യഹൂദൻ ശനിയാഴ്ച ആരാധിക്കുന്നു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധിക്കുന്നു. അപ്പോൾ ദിവസത്തെ സംബന്ധിച്ചും പ്രശ്നമില്ല. അപ്പോൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ 3 കൂട്ടർക്കും 3 പേർക്കും പ്രാധാന്യത ഉള്ളതുകൊണ്ട് ഇത് 3ആയിട്ട് തിരിക്കണം എന്ന് വത്തിക്കന്റെ മുന്നിൽ കാര്യം വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ലോകത്തിൽ വരുന്ന ഒരു ആലോചനയാണ്. ഇത് ഗൗരവമേറിയ ആലോചനയാണ്. ഈ വാക്യം ഇനി ഒന്ന് നോക്കിയാട്ടെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന്. ഇനി പണിയുന്ന ദേവാലയത്തിന്റെ അളക്കാനായിട്ട് പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു വാർത്തയുണ്ട് അവിടെ. അതേതാ സാറേ, ഒന്ന് നോക്കാം. നമുക്ക് 1-ാം വാക്യം തൊട്ട് വായിക്കാം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ച, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കാം. ദൈവം അളക്കുക എന്ന് പറയുമ്പോൾ ആത്മിക നിലവാരത്തെ അളക്കുക. കാരണം ഇവിടെ ആരാധനയൊക്കെ നടത്തുന്നു, വീണ്ടും യാഗങ്ങളൊക്കെ ആരംഭിക്കുന്നു. പക്ഷെ ഇതിനൊരു വില ദൈവം കൽപ്പിക്കുന്നില്ല. കാരണം ഇതെന്തിനെ കാണിച്ചിരുന്നോ അത് ദൈവത്തിന്റെ പുത്രന്റെ മരണത്തെയാണ് കാണിച്ചത്. ദേവാലയം അവനെയാണ് കാണിച്ചത്, അവനാണ് മന്ദിരം, യേശുക്രിസ്തു. അവൻ നമുക്ക് മന്ദിരം, അവനെയാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. ദൈവത്തിന്റെ ആലയമാണ്. ആ യാഗപീഠങ്ങൾ മുഴുവൻ അവന്റെ ക്രൂശ് മരണത്തെ കാണിച്ചിരുന്നു. പഴയ നിയമത്തിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അങ്ങനെ മശിയെ കാണുന്നു. അവൻ വന്നത് നിവർത്തിച്ചിട്ടും അവർ നിഴൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അളക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അളന്ന് ന്യായവിധിക്ക് ദൈവം കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ നോക്കണം, ആലയത്തിന്റെ പുറത്തെ പ്രാകാരം അളക്കാതെ വിടുക, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അതായത് പുതുതായിട്ട് പണിയുന്ന ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന അനുസരിച്ച്, ഡോക്ടർ ആഷർ കൗമാൻ പറയുന്ന അനുസരിച്ച്, മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലാസ്ക മോസ്കും ഒന്നും തൊടാതെ അപ്പുറത്ത് പണിയാം യഹൂദന് ദേവാലയം. പക്ഷേ പുറത്തെ പ്രാകാരം പണിയാൻ സ്ഥലമില്ല. അത് പണിതില്ലേലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ അത് പണിതില്ലാലും ആരാധന നടത്തുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇത് പുറത്തെ പ്രാകാരത്തിൽ വരുന്നത് ആരാ? പുറജാതികളാ വരുന്നത്. പ്രാകാരത്തിൽ യഹൂദൻ വരും, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കയറും, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറും. അവരുടെ ആരാധന നടത്താൻ അത്രയും മതി അവർക്ക്. ഇവിടെ നോക്കുക, പുറത്തെ പ്രാകാരം ഇട്ടേക്കാം. വെളിപ്പാട് ദിവസം 11-ന്റെ 2-ാം വാക്യം അല്ലേ, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു ഭാഗമല്ല, ഭൂതലത്തെ മുഴുവൻ അവന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക. വിദ്യാഭ്യാസം കൊണ്ടുവന്നാൽ മനുഷ്യൻ നന്നാകും, സാമ്പത്തിക ഉന്നമനം കൊണ്ടുവന്നാൽ അവൻ നന്നാകും, സംസ്കാരം കൊടുത്താൽ നന്നാകും, ചില ഇസങ്ങൾ കൊണ്ടുവന്നാൽ അവൻ നന്നാകും, സമത്വം കൊണ്ടുവന്നാൽ നന്നാകും, ക്യാപിറ്റലിസം കൊണ്ടുവന്നാൽ നന്നാകും, സോഷ്യലിസം കൊണ്ട് മനുഷ്യനെ വാസ്തവത്തിൽ വഞ്ചിക്കുക. മനുഷ്യന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇതൊന്നും അല്ല. മനുഷ്യൻ നന്നാകാത്തതിന്റെ കാരണം അവന്റെ പാപമാണ്. അപ്പൊ ഇവരുടെ ഈ ഇസങ്ങളുടെ എല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം ബാഹ്യ ചികിത്സയാണ് കൊടുക്കുന്നത്. പ്രശ്നം ആന്തരികമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് ഇവരെ തെറ്റിച്ചു കളയുന്നതിന് ആരാണ്? ഇവനാണ് തെറ്റിച്ചു കളയുന്നത്. അതിന്റെ വേറൊരു തെളിവ് പറയാം. 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കി. 20-ാം അധ്യായത്തിന് കർത്താവായ യേശുക്രിസ്തു വന്ന് വെളിപ്പാട് 20 രാജാവായി 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എന്തിനാ അവനെ പൂട്ടുന്നതെന്ന് നോക്കി. ജാതികളെ, നേഷൻസ് എന്നാ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. In order not to deceive the nations. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യത്തിലുണ്ട്, 3-ാം വാക്യത്തില്. 1000 ആണ്ട് കഴിയുവോളം 1000 ആണ്ട് ചങ്ങലയിട്ട് 2-ാം വാക്യത്തിലല്ലേ? അല്ല, 3-ാം വാക്യം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. ആ ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്ന നേഷൻസ് എന്ന രാജ്യങ്ങളെ കബളിപ്പിക്കാതിരിപ്പാൻ. ഇന്ന് അവൻ ചെയ്യുന്നത് 12-ന്റെ 9-ലുണ്ടല്ലോ, വഞ്ചിക്കുക. ഒരു കാലത്ത്, ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, റഷ്യയില് കമ്മ്യൂണിസം വന്നു. എന്തിയ കമ്മ്യൂണിസം റഷ്യയില് അസ്തമിച്ചു പോയി. കമ്മ്യൂണിസം കൊണ്ട് പലതും നേടാമെന്ന് കരുതി. വേണ്ട, പാശ്ചാത്യ രാജ്യങ്ങളിലെത്തി സംസ്കാരത്തിന്റെ ഔന്നത്യത്തിൽ ചെന്ന് സമ്പത്ത് വർദ്ധിച്ചാൽ എല്ലാം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടായി. എന്തുകൊണ്ട് അവിടെ ഉള്ള ഒരു ആത്മഹത്യ ചെയ്യുന്നത്? ഭൗതിക സുഖ സൗകര്യങ്ങൾ കൊണ്ട് സ്വർഗം പണിയാമെന്നാ ചിന്തിച്ചത്. അമേരിക്കയിൽ മാത്രം ഇന്ന് 30,000 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു വർഷം. സ്വിറ്റ്സർലൻഡ് വലിയ ഉന്നമനം ചെന്ന ഒരു രാജ്യമാണ്. അപ്പൊ കമ്മ്യൂണിസത്തിനോ മുതലാളിത്തത്തിനോ ഒരു ഇസങ്ങൾക്കോ ഈ വക കാര്യങ്ങൾക്കോ ഒരു പരിഹാരം വരുത്താൻ കഴിയില്ല. എന്നാൽ ഇവരെ എല്ലാം കബളിപ്പിക്കുകയാണ് ഈ സാത്താൻ, വഞ്ചിക്കുകയാണ്. മനുഷ്യനെന്ന് മനസ്സിലാക്കാതെ കബളിപ്പിക്കുകയാണല്ലോ, ഭൂതലത്തെ വഞ്ചിക്കുകയാണല്ലോ. ആ വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുക. നമ്മുടെ ഒരു അഭിപ്രായമല്ല, സാറിന്റെ അഭിപ്രായമല്ല, വിശുദ്ധ വേദപുസ്തകം അങ്ങനെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെ വ്യക്തമായി മനുഷ്യന് വേദപുസ്തകം വായിച്ചെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദൈവം മനുഷ്യന് ജ്ഞാനം പ്രാപിപ്പാൻ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതിലെല്ലാം ഉണ്ട്. ഒരു രാഷ്ട്രത്തെ എങ്ങനെ ഭരിക്കണം, എങ്ങനെ അതിനെ നന്നാക്കിയെടുക്കാം എന്നെല്ലാം ഉണ്ട്.
ഇതിൽ നിന്ന് അകന്നു പോകുന്നതാണ് സകല പ്രശ്നങ്ങളുടെ കാരണം. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന കാരണം സാധാരണ അവൻ്റെ ദൂതന്മാരുടെ വഞ്ചനയിൽ അകപ്പെട്ടതാണ്. ഏതെങ്കിലും വഞ്ചനയിൽ അകപ്പെട്ടു. മനുഷ്യന്റെ സകല കാര്യങ്ങളും നോക്കി അവൻ വഞ്ചിക്കപ്പെടുകയാണ്. ഇന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സാത്താനുമുണ്ട്, അവന്റെ ദൂതന്മാരുമുണ്ട്. ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.